പിടി ചിക്കൻ പഠിച്ചിരിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്താ വിശേഷം? സുഖമല്ലേ? ഞങ്ങൾക്കിവിടെ സുഖമാണ്, അൽഹംദുലില്ലാ. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടില്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. പ്ലീസ് സബ്സ്ക്രൈബ്, സപ്പോർട്ട് മീ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ കറി റെസിപ്പി ആയിട്ടാണ്. പിന്നെ ലഞ്ച് സ്പെഷ്യൽ എന്തൊക്കെയാണെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആദ്യം ചിക്കനൊക്കെ നന്നായി കഴുകിയിട്ട് അത് വാഷ് ചെയ്തിട്ട് വെക്കാം. പിന്നെ അടുത്തത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ഒന്ന് നമുക്ക് പേസ്റ്റാക്കി വെക്കാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയാണ് ചിക്കനൊക്കെ വേണ്ട മസാലകൾ, പിന്നെ വലിയുള്ളി ഒക്കെ കട്ട് ചെയ്ത് വയ്ക്കുക, പച്ചമുളകൊക്കെ കട്ട് ചെയ്ത് വയ്ക്കുക, പിന്നെ 5 തക്കാളി കേട്ടോ. 5 ചെറിയ തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊക്കെ ഒന്ന് കട്ട് ചെയ്തൊക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കുക. നമുക്ക് ചിക്കൻ കറി വയ്ക്കാം. ആദ്യം ചട്ടി വയ്ക്കുക. ചട്ടി ചൂടായ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായാൽ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പെരിഞ്ചീരകം പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് അരിഞ്ഞ് വെച്ച സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റുക. പിന്നെ ലേശം ഉപ്പിടുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി വഴണ്ടട്ടെ കേട്ടോ. ഇനി വഴണ്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് ചില്ലിക്ക് എന്തൊക്കെയാണ് മസാലകൾ ചേർത്ത് മാറ്റി വയ്ക്കുക കേട്ടോ. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി, ഉപ്പുപൊടി, ചില്ലിപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ സാദാ മുളക് പൊടി കേട്ടോ എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചിട്ട് കൊടുക്കുക. അത് നന്നായി മിക്സ് ചെയ്യുക. ലാസ്റ്റ് വിനീഗർ ഒഴിച്ചിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി ചിക്കൻ കറിക്കുള്ള മസാലകൾ എങ്ങനെയാണെന്ന് നോക്കട്ടെ. ചിക്കൻ എടുക്കുക. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ചിക്കൻ മസാല, പിന്നെ കാശ്മീരി മുളക് പൊടി, ഉപ്പ് എന്നിവ ചേർത്തിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഉള്ളി നന്നായി വഴണ്ടു കേട്ടോ. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി അങ്ങോട്ട് വഴറ്റിയിട്ട് പിന്നെ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അങ്ങോട്ട് നന്നായി മിക്സ് ചെയ്യുക. അത് നന്നായി ഉടഞ്ഞൊരു രൂപത്തിൽ വരട്ടെ.
നന്നായി തക്കാളിയൊക്കെ ഉടഞ്ഞു. ഇനി നമുക്ക് മസാലയാക്കിയ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ കറി വെക്കുകയാണെങ്കിൽ നന്നായി മസാല പിടിക്കും, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഇട്ട് കഴിഞ്ഞിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളമൊന്നും ഒഴിക്കാണ്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പതിയെ നമുക്ക് മൂടി വയ്ക്കാം. ഇനി നമുക്ക് മെല്ലെ തുറന്ന ശേഷം ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് അങ്ങോട്ട് അടച്ചു കൊടുക്കാം കേട്ടോ. ഇനി നന്നായി തിള വന്നിരിക്കണു. നമുക്ക് അരിഞ്ഞ് വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലോട്ട് ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്നങ്ങോട്ട് മൂടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ, ലാസ്റ്റ് തിളച്ച് കഴിഞ്ഞിട്ട്. ആ സമയം കൊണ്ട് നമുക്ക് പപ്പടം പൊരിച്ച് കൊടുക്കാം കേട്ടോ. ഇനി അതേ എണ്ണയിൽ തന്നെ നമുക്ക് ചിക്കനും പൊരിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ പൊരിച്ചതായിട്ടുണ്ട്. ഒരിഞ്ഞു നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഇതാണ് പ്ലേറ്റ്, കണ്ടില്ലേ? നമ്മൾ ഇടുകയാണ്. ലാസ്റ്റത്തെ ഇട്ട് കൊടുത്തു. നമ്മൾ പൊരിക്കാൻ പോവുകയാണ്. അങ്ങനെ ആദ്യമ ഭക്ഷണമൊക്കെ ടേബിളിൽ കൊണ്ട് വെക്കാനാട്ടോ, കഴിക്കാനാ.
അങ്ങനെ ഞങ്ങൾ സൂപ്പറായി ലഞ്ച് കഴിച്ചു. ഓക്കെ ബായ്.